ഗൈസ്, അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെട്ടും. ഇന്നലെ നമ്മള് വെറൈറ്റീസ് ഓഫ് പേര ചെയ്തു. ഇന്ന് നമ്മൾ വെറൈറ്റീസ് ഓഫ് മാംഗോ അഥവാ മാങ്ങ. അപ്പൊ നമുക്ക് നേരെ മച്ചമാരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, ഇതാണ് മൂവാണ്ടൻ മാങ്ങ എന്ന് അറിയപ്പെടുന്ന ഒരു മാംഗോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല വലിയ മാങ്ങ. ഓർമ്മ കാണിച്ചു ജസ്റ്റ് നിങ്ങൾ മോളിൽ കിടക്കാൻ കാണിക്കുക. ഏറ്റവും ലാസ്റ്റ് ഞാൻ മൂവാണ്ടൻ മാങ്ങ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ചേട്ടി മോൾ വന്ന് കാണാൻ പറ്റില്ല വെട്ട. ഇതിന്റെ ഇത് തന്നെ നോക്കും. ശരിക്കും വല്ലതാണ് തടിയാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ആദ്യം തന്നെ നമ്മുടെ വീഡിയോസ് ഇപ്പൊ നിങ്ങൾ വെറുതെ കാണുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് നിങ്ങൾക്ക് തന്നെ ഒരു ഓഫർ തന്നിപ്പോ. നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാവരും, ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ വ്യൂസ് നോക്കും. എങ്ങാനും എല്ലാവരും വ്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിട്ടും നാളത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ അൺബോക്സിങ് വീഡിയോ ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്തിട്ടോ, ഞങ്ങൾ തിരിച്ച് റിപ്ലൈ അയക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത വാങ്ങിട്ട് പോവാം. അപ്പൊ ഇതാണ്, ഇതൊരു സാധാരണ മാവ് തന്നെയാണ്. ഇത് കോശേരി എന്ന് പറയുന്ന ഒരു മാവ്. അധികം പ്രത്യേകതയൊന്നുമില്ല. ഒന്ന് കണ്ടു നോക്കൂ. കോശേരി മാങ്ങയ്ക്കാണ് ഏറ്റവും വലുത്. ഇത് തടിക്ക് മാത്രമേ ഉള്ളൂ. കോശേരിക്ക് നീളവും തടിയുണ്ട് അല്ലേ? നിങ്ങൾ നോക്കിക്കോളൂ ഗൈസ്, കണ്ടില്ലേ? കാണാൻ പറ്റില്ല. അപ്പൊ ഗൈസ്, ഈ കോശേരി ഉപ്പും മുളകൊന്നും ഇട്ട് കഴിക്കത്തില്ല. ഈ മൂവാണ്ടൻ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് കോശേരി. ഈ മരം നോക്കി ഒരു സാധാ മാവെന്ന് പറയത്തുള്ളൂ. പിന്നെ ഈ വേനൽക്കാലത്ത് നിങ്ങൾ കുട്ടികൾക്ക് ഇച്ചിരി ഇതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാ ഫ്രൂട്ട്സും, ഈ മാംഗോ അല്ല, നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എല്ലാ വീഡിയോയിലും ഇത് പറയണ കാരണം അല്ല. നിങ്ങൾ കുട്ടികൾക്ക് കുറച്ച്, ഇത് വിറ്റാമിൻ സി ആണ്. മാംഗോ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഏറ്റവും മികച്ച ഫ്രൂട്ടാണ്, ഫ്രൂട്ടിലെ ഏറ്റവും നല്ല ഫ്രൂട്ടാണ് മാംഗോ. അതെനിക്ക് സത്യമായിട്ടും പറയുകയാണ്. കിങ് ഓഫ് ദ ഫ്രൂട്ട് ഈസ് മാംഗോ. അത് ഞങ്ങളൊക്കെ LKG-യിലൊക്കെ പഠിപ്പിച്ച ഒരു കാര്യം തന്നെ ആയിരിക്കും. കൊച്ചുപിള്ളേർക്ക് പകുതി പേർക്ക് അറിയാം. എന്നാൽ മാങ്ങ നല്ലതാണ്. മാംഗോ ഈ മാംഗോയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് മാവായിക്കോട്ടെ, കോശേരിയോ മൂവാണ്ടനോ സാധായ ഏത് മാങ്ങ, എന്നാൽ ഇതിന്റെ എല്ലാ പറിച്ചും നോക്കി എല്ലാത്തിനും നല്ല മണം. ഇപ്പൊ കളിക്കാം നമ്മുടെ എന്നാ മണം എന്നാ മണമെന്നറിയാം. പിന്നെ ഇത് ഇത്ര അത്യാവശ്യം നല്ല വലുതാണ്. നമുക്കിനി അടുത്ത മാവിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, നമ്മള് ഇവിടെ ഇനി ഒരാടെ ഉണ്ട്. ഈ മാവിന്റെ പേര് എന്താന്ന് നിങ്ങൾക്ക് അറിയാം. എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യേ. എനിക്കറിയില്ലാത്തതുകൊണ്ടാണ് ചോദിച്ചത്. ഇത്രയൊക്കെ വളരത്തുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ എല്ലാം വളർത്തി തന്നെ വളരും. ഇതിൻ്റെ എല്ലാ
ഓക്കെ, നമുക്കപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രുചിയാണ്. ഇത് ചപ്പി തിന്നാനാണ് ഈ മാവ് കൊള്ളണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത മാവ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ കാണിച്ച മാവ് അത് മാങ്ങ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിന് പഴുത്തിട്ട് തൊലി ഇങ്ങനെ ചെത്തി കഴിഞ്ഞിട്ട് കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത മാവുന്നത്. ഇതാണ് ഒരു വേറെ മാവാണ്, പേരും എനിക്കറിയത്തില്ല. ഇത് കോശേര പോലെ ശരിക്കും വലുതാവുന്ന ഒരു മാവാണ്. ഇതിന്റെ പേരറിയാവുന്നവരൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യേ. പിന്നെ ഈ മാങ്ങ എന്ന് പറയുന്നത് ഒരു നല്ല ഫ്രൂട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്നത്തെ പോലെ എല്ലാവരും മറക്കാതെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഗൈസ്, ഈ മാങ്ങ എല്ലാം അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ ഇപ്പം മാങ്ങ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് മൂവാണ്ടൻ മാങ്ങ. ഞാൻ പറഞ്ഞിട്ട് ഇതിന് തന്നെ വെക്കണം, അതുകൊണ്ട് ഫ്രഷ് സാധനമാണ്. മൂവാണ്ടൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കുമുണ്ട്. ഞാൻ കാണിച്ചു തരുന്നതാണ്. ഈ മാവൻ്റെ ഒക്കെ പേരറിയാവുന്നവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ നാളത്തെ അൺബോക്സിങ് വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുക, അതോടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ.